നിങ്ങളൊരു കുറ്റവാളിയാണോ? നിങ്ങളറിയാതെ നിങ്ങൾ കുറ്റവാളിയാകാതിരിക്കാൻ ഈ വീഡിയോ കാണൂ, മനസ്സിലാക്കൂ, വേണ്ട നടപടികൾ സ്വീകരിക്കൂ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID വെച്ച് മറ്റൊരാൾ ഒരു സിം കാർഡ് തരപ്പെടുത്തുന്നു. പിന്നെ അങ്ങോട്ട് കളികളുടെ ഒരു ബഹളമായിരിക്കും. ഇത് നിസ്സാരമായി ആരും കാണരുത്, വിശേഷിച്ചും സാമ്പത്തികമായി ശേഷിയുള്ളവർ. ഓരോന്നായി പറയാം. പ്രസ്തുത ആധാറും ഫോൺ നമ്പറും ഉപയോഗിച്ച് മിടുക്കന്മാർ ആധാറിൽ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യിക്കും. ഇതുപയോഗിച്ച് KYC നടത്തും. ബാങ്കുകളുമായി പിന്നെ പുതിയ ഭവന വായ്പകളായി, കാർ ലോണുകളായി, പേഴ്സണൽ ലോണുകളായി എന്ന് വേണ്ട യഥാർത്ഥ മനുഷ്യനറിയാതെ ഈ ഫേക്ക് മാൻ പണക്കാരനാകും. ആധാർ ആപ്പ് വഴി ആധാറിൻ്റെ ഡിജിറ്റൽ സേവനങ്ങൾ മുഴുവനിലും കയറി ഡൗൺലോഡ്, VID, OTP ബേസ്ഡ് സർവീസുകളിൽ മുഴുവൻ കയറിപ്പറ്റി നമുക്കെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോഴും നമ്മൾ ഒന്നും അറിയുന്നില്ല. അടുത്തതായി ഡിജിറ്റൽ ഡോക്യുമെൻ്റ് വാലറ്റ്, ഡിജി ലോക്കർ. അതുവഴി സർക്കാർ രേഖകളുടെ ഡിജിറ്റൽ സംഭരണവും ഷെയറിങ്ങും ഇവർ തന്നെ നടത്തുന്നു. പിന്നെ പാസ്പോർട്ട് സേവാ ഒഫീഷ്യൽ പോർട്ടലിൽ പോയി അപേക്ഷ, ട്രാക്കിംഗ്, അപ്പോയിൻമെൻറ്റ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇവ നടത്തുന്നു. അതിനുശേഷം ഇൻസ്റ്റൻറ്റ് പാൻ, പിന്നെ ഇൻകം ടാക്സ് ഫയലിംഗ്, ഇവിടെയൊക്കെ കടന്നു കയറി കൃത്രിമം കാണിക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ സ്വന്തമാക്കി കൃത്രിമം കാണിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും കയറിപ്പറ്റി ആദായം സ്വന്തമാക്കിയെന്നവരാണ്. ഇതുകൂടാതെ ഇത്തരക്കാർ ചെയ്യുന്ന രാജ്യദ്രോഹങ്ങൾ മുഴുവൻ നമ്മുടെ തലയിലാകും. അപ്പോഴാണ് നമ്മൾ കുറ്റവാളിയാകുന്നത്. അതെല്ലാം ഒഴിവാക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് ട്രായ്, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഔദ്യോഗിക സേവനമാണ് ടാഫ്കോപ്പ് പോർട്ടൽ. അതായത് ടാഫ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം അനലിറ്റിക്സ് ഫോർ ഫ്രോഡ് മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പോർട്ടൽ. ഇതിൽ നിങ്ങൾക്ക് എത്ര മൊബൈൽ നമ്പേഴ്സ് ഉണ്ട് എന്നറിയാം. വേണ്ടാത്തത് ഒഴിവാക്കാം. ഇതെങ്ങനെ ചെയ്യാം? ക്രോം ഓപ്പൺ ചെയ്യുക, ടാഫ്കോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, OTP വരും, അത് എൻ്റർ ചെയ്യുക. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ പേരിലുള്ള സകല ഫോൺ നമ്പറുകളും ഓപ്പൺ ആകും. നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഒഴികെ വേണ്ടാത്തത് റിപ്പോർട്ട് ചെയ്യുക. 45 ദിവസത്തിനുള്ളിൽ മറ്റെല്ലാ നമ്പറുകളും നിങ്ങളുടെ പേരിൽ നിന്ന് ഡിലീറ്റ് ആകും. ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്യാം. UIDAI, അതായത് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വ്യക്തിപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആധാറിൽ ചില കാര്യങ്ങൾ ആധാർ സെൻറ്റർ മുഖാന്തരമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട്, ആധാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ പേരിലുള്ള മറ്റ് ഫോൺ നമ്പറുകൾ, അനധികൃതമായിട്ടുള്ള മറ്റ് ഫോൺ നമ്പറുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഈ വീഡിയോ ശ്രദ്ധിക്കൂ. ക്രോം ഓപ്പൺ ചെയ്യുക, ടാഫ്കോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നോ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം. താഴോട്ട് പോയാൽ ഈ കോളത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അടുത്ത കോളത്തിൽ താഴോട്ട് പോയാൽ അടുത്ത കോളത്തിൽ മേൽ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു OTP വരും. ആ OTP തൊട്ട് താഴെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുക. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാ കണക്ഷൻസും, എല്ലാ മൊബൈൽ നമ്പറും, നമ്മുടെ പേരിൽ ഏതെല്ലാം ഫോൺ നമ്പറുകളുണ്ടോ അതെല്ലാം ഈ ഭാഗത്ത് വരും. വേണ്ടാത്തത് ഈ ബോക്സ് ചെക്ക് ചെയ്യുക, നോട്ട് മൈ നമ്പർ. 45 ദിവസത്തിനുള്ള നമ്മുടെ വേണ്ടാത്ത നമ്പറുകളെല്ലാം നമ്മുടെ പേരിൽ നിന്ന് ഡിലീറ്റ് ആവുന്നതാണ്.